ഹലോ ഫ്രണ്ട്സ്, ലേണർ വ്ളോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വൈഫിന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് വൈഫില്ല, ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുഡ് എന്തുണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് ചെറിയൊരു വെറൈറ്റി പോലെ നൂഡിൽസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾക്കറിയുന്ന രീതിയിൽ സംഭവം എല്ലാം കൂടെ തട്ടിക്കൂട്ടുകയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സംഭവം മാഗി ആണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന സമയത്തെ ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ന്യൂജൻ മാഗി പിള്ളേർക്കും കൂടെ കൊടുത്ത് പതുക്കെ തട്ടിയെടുക്കാം. ഫ്രണ്ട്സ്, മാഗിയെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 4 എണ്ണം വാങ്ങിച്ചു. കൂടെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില മറ്റേ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വൈഫ് ചിക്കൻ പുരട്ടിയല്ല ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ്. അതിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾ കുറച്ചടിച്ച് മാറ്റുകയാണ്. അതുകൊണ്ട് ചേർത്ത് ഒരു വെറൈറ്റി, നേരത്തെ പറഞ്ഞ പോലെ ന്യൂജൻ. അപ്പോൾ തക്കാളി, പച്ചമുളക് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വാഷ് ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. മക്കള് രണ്ടുപേരും കൂടെ ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചുള്ള ഒരു പാചകമാണ്. അമ്മ വന്നിട്ട് ജോലിക്ക് പോയി ഗൈസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ഇല്ല ഗൈസ്. അപ്പൊ നമ്മളിന്ന് എന്ത് ചെയ്ത് കുളമാക്കിയാലും അത് അച്ഛൻ ഒറ്റയ്ക്ക് അനുഭവിക്കും. രണ്ടുപേരും കണ്ടതേക്കും ഗൈസ്. ഇത് സംഭവിച്ചാൽ ഇപ്പൊ കട്ടിങ് കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യാൻ പോകുന്നു ഗൈസ്. അപ്പൊ അച്ഛനെ കൊണ്ട് ചെയ്യിക്കണ്ട ഗൈസ്. ഇപ്രാവശ്യം കട്ടിങ് നമ്മുടെ അണ്ണൻ സ്ലൈസ് ചെയ്യാനാണ് ഗൈസ് ബെസ്റ്റ്. ഓക്കെ ഗൈസ്, ചേട്ടൻ വന്നിട്ട് സവാള എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് പോയി ഗൈസ്. അച്ഛൻ വന്നിട്ട് ബാക്കി മറ്റേ തക്കാളി കാര്യങ്ങളെല്ലാം അരിയാണ് ഗൈസ്. ചേട്ടനെ കുറിച്ച് പഠിക്കാനും കൂടെ ഉണ്ടായിരുന്നു. അത് മൊത്തം എനിക്ക് തൊണ്ട വേണം ഗൈസ്. അതുകൊണ്ട് ഞാൻ തേനെ കുറിച്ചുകൊണ്ടിരിക്കുന്നു. ചിയേഴ്സ് ഗൈസ്. അപ്പോ ഞാനിവിടെ തേൻ കുടിച്ചുകൊണ്ടിരുന്നോളാം. ചേട്ടനോടെ പഠിക്കട്ടെ, അച്ഛനോടെ ജോലി ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ബൈ. कैसा लगा मेरा मजाक? ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ, സവാള, എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അവിടുന്ന് പാചകത്തിലേക്കാണ്. ഫ്രണ്ട്സ്, സവാളയും തക്കാളിയും വഴറ്റിയിട്ട് അതിനകത്ത് ചിക്കൻ ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വേവാനായിട്ട് വെച്ചിരിക്കുകയാണ്. വൈഫ് അടുത്തില്ലാത്ത സമയങ്ങളിൽ നമ്മുടെ ഈ വിധത്തിലുള്ള കുരുത്തക്കേടുകളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരോട് ഒപ്പിക്കുന്ന ചെറിയ ചെറിയ കുരുത്തക്കേടുകളാണ്. ഇപ്പോൾ വ്ളോഗ് വന്നു തുടങ്ങിയതിന് ശേഷമാണ് ഇതിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഇതേപോലെ പല ഇടയ്ക്ക് ചില പരിപാടികളൊക്കെ ഒപ്പിക്കാറുണ്ട്. അപ്പോൾ അത് വേവട്ടെ, ഒരു 5 മിനിറ്റ്. ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർക്കുക. 4 മാഗി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ മാഗിയും ചേർത്ത് അടച്ചു വയ്ക്കുക. കുറച്ച് വെന്തതിന് ശേഷം നമ്മൾ മസാല കൂടി ചേർത്ത് ഇളക്കാം. ഓക്കെ, ഓൾറെഡി മസാല നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ മാഗിയുടെ കൂടെ വരുന്ന മസാലയിൽ അത്യാവശ്യം ഉപ്പും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ചേർക്കുന്ന സമയത്ത് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ന്യൂജനാണ്, പരീക്ഷിച്ചിട്ട് ചീത്ത വിളിക്കരുത്. പക്ഷേ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ അതേപോലെ ഈ കാര്യങ്ങൾ ചെയ്യുക. ഉപ്പൊക്കെ ഉള്ള ഫ്രണ്ട്സ്, നല്ല തിളച്ചിട്ടുണ്ട്. തിളച്ച് ഏതാണ്ട് പകുതിയോളം വെള്ളം വറ്റി. അപ്പോൾ ഇനി മസാല എല്ലാം ചേർത്ത് കൊടുക്കാന്നുള്ളതാണ്. 4 കവറുണ്ട്. 4 കവറും ചേർത്ത് നിറക്കുക. നാല് കവർ മസാല ചേർത്തിട്ടുണ്ട്. മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ മിക്സ് ആയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മസാല ചേർത്തിട്ട് അതിൻ്റെ കളറോ അതിൻ്റെ എസൻസോ കുറവോ തോന്നി കഴിഞ്ഞാൽ മസാലപ്പൊടി മറ്റൊരു ഏതെങ്കിലും മസാലപ്പൊടിയോ മുളക് പൊടിയോ ഒരല്പം മുളക് പൊടി, മല്ലിപ്പൊടിയോ എല്ലാം ചേർക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓൾറെഡി ഇത് തന്നെ മതിയാവും ഗൈസ്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഈ 4 കവർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നല്ല എരിവും പുളിവും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമാകത്തില്ല. ഫ്രണ്ട്സ്, സംഭവം റെഡി ആയിട്ടുണ്ട്. കഴിച്ച് നോക്കി സംഭവം ടേസ്റ്റി ആണെങ്കിൽ ഓക്കെ. ഇതല്ലെങ്കിൽ ഇന്ന് ഹോട്ടലിൽ തന്നെ തരണം. അപ്പോൾ എന്തായാലും നോക്കട്ടെ. വലിയ മോശമൊന്നുമില്ല ഗൈസ്. അത്യാവശ്യം കഴിക്കാൻ പറ്റിയ സംഭവം തന്നെയാണ്. ബാക്കിയെല്ലാം ഇവരെ അടിച്ച് ഏൽപ്പിക്കാം. പിള്ളേർ 2 പേരെയും കൂടെ കൊണ്ട് തീറ്റിക്കാം. എങ്ങനെയുണ്ട് മോനെ? സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ രക്ഷപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഓക്കെ. നമ്മുടെ ചെറിയൊരു ഫണ്ണി വ്ളോഗാണ്. നമ്മൾ അത്യാവശ്യം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ കൂടെ ഉണ്ടാകുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.